ചെടിച്ചട്ടിയൊക്കെ വാങ്ങി വെക്കാൻ ഭയങ്കര ഉഷാറാണ്. ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല, അത് ഉണങ്ങി പൂപ്പത്. ആ അമ്മാവനോ? ഇന്ന് പോയില്ലേ? ഞാൻ ഉച്ചയ്ക്ക് ശേഷം ലീവാ. നന്നായി. എന്താ പതിവില്ലാണ്ടേ? ഞാനേ അമ്പലത്തിലൊന്ന് വന്നാ, അപ്പൊ ഇവിടെ വന്ന് എല്ലാരും കണ്ടിട്ട് പോവാന്ന്. എന്നാ നീ ഒരു ഊണഴിക്കാൻ ഇരിക്കണ്ട. വേണ്ട വേണ്ട വേണ്ട, ഞാൻ ഉണ്ട്. അവിടെ അന്നദാനം ഉണ്ടായിരുന്നു. അമ്മാ അല്ല, ഞാൻ ഉണ്ടെന്നേ. അമ്പലത്തിൽ നിന്ന് കഴിച്ചു. അവിടെ അന്നദാനം ഉണ്ടായിരുന്നു. അമ്പലത്തിൽ കഴിച്ചു. പതിവില്ലാതെ നീ എന്താ അമ്പലത്തിലൊക്കെ പോയത്? ഒന്നുമില്ല, ഒരു ശത്രു സംഹാര പൂജ കഴിക്കണം തോന്നി. അത് നിനക്ക് ആരടാ ശത്രുക്കൾ ഇരിക്കുന്നത്? ജീവിതത്തിൽ ആർക്കാ ചേച്ചിയ ശത്രുക്കളില്ലാത്ത? ഞാനവിടെ ശത്രു സംഹാര പൂജയ്ക്ക് പോയിട്ടേ നോക്കിയപ്പോ അതിന്റെ റേറ്റ് കണ്ടപ്പോ ഞാൻ തിരിച്ചോണ്ട് പോന്നു. ആടാ, അതിലും നല്ലതുള്ള ശത്രുക്കളുടെ മുമ്പിൽ ചെന്ന് കാലിൽ വീണ് മാപ്പി വയ്ക്കാന്നേ. അവിടെ വരെ ഇങ്ങനെ കാശും കാര്യങ്ങളൊക്കെ ആയി മാറി. ക്ലീറ്റസ് ഉണ്ട് അവിടെ. ഞാൻ അവനൊന്ന് കാണാൻ വന്ന. അയ്യോ, അവൻ അവിടെ ഇല്ലാമ പുറത്തോട്ട് പോയി. നീ കാര്യം പറ. ഒന്നുമില്ല. എന്നാ തങ്കത്തിന് കണ്ട് പറഞ്ഞിട്ട് ചേട്ടാ, നീ കാര്യം പറയടാ. തങ്കത്തിനോട് പറയാന്ന്. അല്ല, വലിയ വിശേഷം ഒന്നുമില്ല. നാത്തൂനും അവിടെ ഇല്ല. അവള് വന്നിട്ടില്ല. അവളെവിടേക്കാ പോയി? PTA മീറ്റിംഗ് അല്ലേ, സമയം എടുക്കും. ഒരു കാര്യത്തിന് വന്നു കഴിഞ്ഞാൽ ആരും കാണാൻ പറ്റില്ല. എന്താ കാര്യം പറ. ഒന്നുമില്ല, ഞാനേ മറ്റേ കോപ്പറേറ്റീവ് ബാങ്കിലെ കാർഷിക മറ്റേ വായ്പയ്ക്ക് വേണ്ടിട്ടേ ലോണിന് വേണ്ടിട്ട് വായ്പ എടുക്കാൻ വേണ്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല പേപ്പറൊക്കെ റെഡിയായി. പ്രസിഡന്റ് അങ്ങോട്ട് ഒപ്പുവെക്കണില്ലേ. ക്ലീറ്റസിനെ കണ്ടു കഴിഞ്ഞാൽ അവനെയും കൂട്ടിട്ട് പോയാൽ നടക്കും. പിന്നെ തങ്കം തങ്കത്തിനോട് അത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാന്ന് കരുതിയെന്ന് മാത്രം. എന്റെ അമ്മാവന്റെ പേപ്പറും ഇതൊക്കെ ശരിയാണെങ്കിൽ അവിടുന്ന് ബാഗിൽ ലോഡ് കയറല്ലോ, നേരിട്ടാ കൊടുത്താ പോരെ? എടാ, അത് അങ്ങനെയല്ല. ഒരു ലോക്കൽ പാർട്ടി മെമ്പറുടെങ്കിലും ഒരു ഒപ്പുണ്ടെങ്കിൽ അത് വേഗം നടക്കും. ഈ ബാങ്കിന്റെ പ്രസിഡന്റ് ഇവരുടെ പാർട്ടിയിലത്തെ ആളായോണ്ട് കാര്യം എളുപ്പാവില്ലേ? അല്ല, അതിപ്പോ ക്ലീറ്റസിനോട് പറഞ്ഞത് പെട്ടെന്ന് കിട്ടുന്ന അമ്മാവനോട് ആരാ പറഞ്ഞത്? അവനോട് പറഞ്ഞ ചിലപ്പോ 6 മാസം ഒരു കൊല്ലം പിടിക്കും. അങ്ങനെ അവനെ തരം താഴ്ചയുള്ള വർത്താനം വീട്ടിലുള്ള പോലെ അവന് രാഷ്ട്രീയത്തിലൊക്കെ നല്ല പിടിപാടുണ്ട്. പറയുമ്പോഴും തരം താഴ്ച വർത്താനം ശരിയല്ല. അവനൊന്ന് വിളിച്ചോട്ടെ. ഒന്ന് വിളിച്ചു നോക്ക് നീ എന്തായാലും. നീ മീമാർ തൊട്ടുന്ന തിരിയുന്നത് വേണ്ട, കഴിച്ചല്ല. എന്നിട്ട് 2-3 കൊള്ളൂല. ക്ലീറ്റസേ, മാമനാടാ ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അല്ലടാ, ഞാൻ പറഞ്ഞില്ലേ ആ കോപ്പറേറ്റീവ് ബാങ്കിലെ കാർഷിക ലോണിന്റെ ആ പ്രസിഡന്റിനോടൊന്ന് പറഞ്ഞാൽ വേഗം കിട്ടും. അതെ, ശരി, വരാം. പാർട്ടി ഓഫീസിൽ ഉണ്ടാക്കിട്ട്. അതെ, നീ വെറുതെ അല്ലേ? നീ ഒന്ന് വാൻ്റെ കൂടെ. എന്തിന്? അവനെ കണ്ടിട്ടാ. ഞാൻ ഈ പാർട്ടിക്കാരുമായിട്ടുള്ള ഒരു ഇടപാടില്ല, എന്നെ കൊണ്ട് വയ്യപ്പോ. എടാ, നീ അവനോട് സംസാരിക്കണ്ട. ഞാൻ സംസാരിച്ച അവൻ കൂടെ വന്ന് കയ്യോടെ പ്രസിഡന്റിനോട് പറയുമ്പോ ഒപ്പിട്ടിട്ട് നമുക്ക് കാര്യം റെഡിയാക്കി പോരാലോ. എന്തിനാന്ന് ഇപ്പൊ ക്ലീറ്റസിനോട് പറയാ? എന്റെ ആവശ്യമില്ലല്ലോ, അമ്മാവ് നേരിട്ട് പറഞ്ഞാ പോരെ? അല്ല, അവിടുന്ന് നേരെ നമുക്ക് പിന്നെ 1-2 കാര്യമുണ്ട്. നീ വാ. ഞാൻ എന്തിനാ നീ പാർട്ടി ഓഫീസിൽ പോണത്? ഇവനെ കാണാൻ. അവനെ കാണാനൊന്നും എന്റെ ആവശ്യത്തിന് വരാൻ പറഞ്ഞ അമ്മാവിന്റെ ആവശ്യത്തിന് ഞാൻ ബാങ്കിലേക്ക് കടങ്ങാൻ വരാം. അല്ല, നീ അവിടെ പാർട്ടി ഓഫീസിന്റെ അവിടെ പുറത്തുനിന്ന് അവനോട് സംസാരിച്ചിട്ട് നമ്മൾ നേരെ ബാങ്കിലേക്ക് പോടും. ബാങ്കിൽ ചെല്ലുമ്പോ ഒരു കാര്യം അന്വേഷിക്കണം. 2 വീലറിനുള്ള ലോൺ ഉണ്ടോ? അന്വേഷിക്കണതിനുണ്ട്. ഉണ്ടോ? പിന്നെ ഏട്ടന് ഒരെണ്ണം വേണം. അത് ഏട്ടനൊക്കെ നല്ലതേ, പെണ്ണുങ്ങൾക്കാവുമ്പോ ബാങ്ക് കിട്ടും. നീ അവിടെ മെമ്പറല്ലേ? എനിക്ക് വേണ്ട, ഏട്ടന് മതി. നിന്റെ പേരിൽ എടുക്കുക, എന്നിട്ട് ഏട്ടൻ കൊണ്ടായിക്കോട്ടെ. അമ്മാവന്റെ കാര്യം ആദ്യം നടക്കട്ടെ, കഴിഞ്ഞിട്ട് മതി 2 വീലർ. ശരി, ഇതിനെ പോകുമ്പോ അതും കൂടി ഒന്ന് സംസാരിക്കാം. നീ വാ. അത് സംസാരിക്കില്ല അമ്മാവ. അതിന് മുമ്പ് വേറൊരു കാര്യം കൂടി അന്വേഷിക്കണം. ഈ ധൈര്യം ഉണ്ടാവാനുള്ള ഗുളിക ഉണ്ടാവും. അതാ അവനെ കുറ്റം പറയണ്ട. പേടിത്തൊണ്ടര അമ്മാവ. അല്ല, അതെന്താണെന്നറിയോ? ചിലർക്ക് അമ്മയുടെ സ്വഭാവം, ചിലർക്ക് അച്ഛന്റെ സ്വഭാവം. ഇവനെ കിട്ടിയത് ചേച്ചിയുടെ സ്വഭാവ. തങ്കത്തിനാണ് അച്ഛന്റെ സ്വഭാവം കിട്ടി. അവളുടെ ധൈര്യത്തിന്റെ പകുതി ധൈര്യം ഉണ്ടവന്. നീ പോയി ഡ്രസ് മാറിട്ട് വാ. എന്തിനാ ആവശ്യമുണ്ട്. ഞാൻ ആ ഓഫീസിന്റെ പുറത്ത് നിൽക്കും, അകത്തേക്ക് വിളിക്കരുത്. നീ വാ, ഞാനല്ലേ കൊണ്ടുപോകും. അവനൊന്ന് വരണത് നല്ലതാ. പ്ലേറ്റോക്ക് പാർട്ടി ഓഫീസിലുള്ള ബന്ധം എന്താണെന്ന് അറിയാം. കുറച്ച് കളിയാക്കല് കൂടുതലാണ്. അതെ, ഈ മോരുമള്ള എടുത്ത ഭയങ്കര ചൂട്. വേണമെങ്കിൽ ഇത്തിരി ചോറിണ്ടിട്ട് പൊക്കോ, വിശക്കും. ഞാൻ അമ്പലത്തിൽ കഴിച്ചില്ലേ? സദ്യയായിരുന്നു. ചുമ്മാ എല്ലാം ഉണ്ട്, നല്ല മോരുകറിയും. അതൊരു പ്രത്യേക ടേസ്റ്റിന് അമ്പലത്തിലെ ആഹാരമൊക്കെ നല്ലതാണ്. ഇവിടെ നല്ല ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. ചിക്കൻ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ ചിക്കനൊക്കെ? ഞാൻ അറിഞ്ഞാ നീ അമ്പലത്തിൽ ഉണ്ടാൻ പോണ കാര്യം. സ്ഥലമില്ല, ഒരു വെള്ളം കുടിക്കാം. ഇരിക്കെ, ഞാൻ ഒരു വെള്ളം കലക്കി കൊടുക്കട്ടെ, അവളെ കൊണ്ട് ശരിയാവും.
ഒരു മിനിറ്റ് നമുക്ക് ആദ്യം തുറക്കാം. പനിയൊന്നുമില്ല. അമ്മ ഞാൻ ഒരു വട്ടം കുളിച്ചോട്ടെ അമ്മ. എന്തായി പോയിട്ട് എന്തായി? ഓ എന്റെ പൊന്നോ, ഇതിലും വേറെ വല്ല കുടുംബശ്രീയുടെ മീറ്റിങ്ങിന് പോണതാ. എന്ത് ബഹള പാരന്റ്സാന്ന് പറയണ്. ചുമ്മാ കിടന്നൊക്കെ ബഹളം ഉണ്ടാക്കുക. ഞാൻ മിണ്ടി കൊടുത്തില്ല. ആവോ എടി, സാധാരണ ഫീസൊക്കെ അടയ്ക്കാൻ വരുമ്പോ മിണ്ടായിരുന്ന പറയാ ആൾക്കാർക്ക്. ഞങ്ങൾ അടയ്ക്കാന്ന് പറഞ്ഞ് വെറുതെ കിടന്ന് കൊണ്ടുവന്ന്. അല്ല, എങ്ങനെയുണ്ട് ഇയാളുടെ പെർഫോമൻസ്? വല്ലതും പഠിക്കണ്ടോ? പിന്നെ എനിക്ക് വയ്യ. അത്രക്കൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനാണ് ഏറ്റവും മിടിക്കെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇത്ര നാളും കൊള്ളായിരുന്നു. ഇപ്പൊ ചെറിയ ഉഴപ്പ് തുടങ്ങിയിട്ടുണ്ട്. പരീക്ഷ വരെ ഡിസംബറിൽ. അപ്പൊ ഫുൾ ടൈം അവളുടെ കൂടെ ഇരുന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞേക്കണേ. ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ മാമിയുടെ അടുത്ത് വന്നിരുന്ന് പഠിച്ചോണം. നിന്റെ അടുത്ത് വന്ന് നീ അപ്പൊ തന്നെ കളിക്കാൻ വിടൂല്ലേ അവളെ? ഇല്ല, ഞാൻ പഠിപ്പിക്കും. കേട്ടാ? പിന്നെ വേറെന്താണ്ട് പറഞ്ഞില്ല? എന്താണ്ട് കറിക്കാലോ കലക്കുലം ആക്ടിവിറ്റീസ്. എനിക്ക് കരിക്കുലർ ആക്ടിവിറ്റി അതില് കൊള്ളാന്ന്. നാത്തുവിനെ പഠനം മാത്രമല്ല, അതിന്റെ പുറത്തുള്ള കാര്യങ്ങളില്ലേ, ഇവൾ ഈ സ്പോർട്സിനും മറ്റേ കരാട്ടയ്ക്കൊക്കെ ചേരൂലേ, അതിലൊക്കെ മിടിക്കാന്ന്. അപ്പൊ ഈ കൊച്ചു പഠിക്കാൻ വേണ്ടിട്ടല്ലേ അങ്ങോട്ട് പോണത്? ഇവിടെ ഈ തുള്ളക്കലും ഡാൻസും കാണുമ്പോ ഞാനൊരു സ്കൂളിൽ പോയിരുന്നെങ്കിലും പഠിച്ചോളൂന്ന്. അല്ല, പഠിക്കുകയും ചെയ്യും, അതിന്റെ കൂടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. കഴിക്കില്ല അവിടെ പറയാനും കൂടി അറിയാൻ വേണ്ടില്ല. എവിടെ അമ്മയുടെ? അമ്മ ദേ കിടന്ന് ഉറങ്ങണം. ഉറക്കം? ഓ, ഇന്ന് ഭയങ്കര ക്ഷീണത്തിലാ. അവനോ കനകനോ? അമ്മാവ് വന്നിട്ടുണ്ടായി. അമ്മാവന് ഏതാണ്ട് കാർഷിക ലോൺ കണ്ട് അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ഏട്ടനും അമ്മാവനും കൂടി ക്ലീറ്റോ ചേട്ടൻ അന്വേഷിച്ച് പോയേക്കാം ഇപ്പം. ദൈവമേ, ഈ പറഞ്ഞ പോലെ അടുക്കളയിൽ എന്തൊക്കെ ചെയ്തു വെക്കാനൊക്കെ പറഞ്ഞിട്ടാ പോയത്. ഞാൻ എന്താക്കിട്ടുണ്ടാവും ആക്കറിയാം. അറിയില്ല. എവിടെ ബാഗ് എവിടെ കൊണ്ടാ? അല്ല, നീ വന്നില്ലേ? അമ്മയുടെ ബാഗ് ഞാനും വെക്കാം. അമ്മ ഈ ബാഗും കൊണ്ട് വെക്കാം. എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. വേണ്ട, അവിടെ എന്താ ക്ലീറ്റോ ചേട്ടന്റെ ഒക്കെ ഇല്ലേ? ഒന്നും നടക്കില്ല. വേണമെങ്കിൽ നാത്തോനും കൊണ്ടുപോയി ആ ബാഗിൽ എന്റെ കുടുംബശ്രീയുടെ കുറെ പേപ്പറൊക്കെ ഉണ്ട്. വഴക്കുണ്ടാക്കില്ലേ? ഇവളുടെ ഭയങ്കര. വേണ്ട, കൊണ്ടുവന്നാ മതി. അതിനകത്ത് നല്ല പേപ്പർ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ കൊല്ലൂടി ഞാൻ. ദൈവമേ, ഒരു കൊട ഉണ്ടോ നിന്റെ അടുത്ത്? ഇവരുമില്ലാന്ന് ചിരിക്കാം. കളി മാത്രം. അവസാനം മാമിക്ക് വഴക്ക് വെക്കും നീ പഠിച്ചില്ലെങ്കിൽ. ഇന്നോട്ട് അരമണിക്കൂർ കളി, ബാക്കി ഫുൾ പഠിത്തം. അരമണിക്കൂർ പഠിത്തമാക്കി